പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടീനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആയിട്ട് സംസാരിക്കാനായിട്ട് വന്നതാണ്. ആ കുട്ടി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നീ ആലോചിച്ചോ എന്ന് ആ കുട്ടീനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇങ്ങനെ ആൾമാറാട്ടമാണ് നടത്താൻ പോകുന്നത്, പിടിക്കപ്പെട്ടാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ കുട്ടിക്കാണെങ്കിലും ഈ ആൾമാറാട്ടം നടത്തുന്നതിന് 5 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് കേട്ടോ അഭി പറയുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു അത് പോരാ, ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ആൾമാറാട്ടമാണ് നടത്താൻ പോകുന്നത്, പിടിക്കപ്പെട്ടാലോ എന്നൊക്കെ പറയണം. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. പിന്നെ ആ കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ ആൾമാറാട്ടം നടത്തുന്നതിന് നിനക്ക് എത്ര രൂപയാണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കും കേട്ടോ. അതും നിൻ്റെ അമ്മായിനെ പറ്റിച്ചുകൊണ്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിക്ക് അത് പറയാനൊരു മടി കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു നിൻ്റെ അമ്മായി ചെക്കൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ തരിക, അതുകൊണ്ട് നീ കള്ളം പറയണ്ടെന്ന് പറയുമ്പോൾ 50 ലക്ഷമാണെന്ന് അബി പറയും. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു അത്ഭുതമാണ് കേട്ടോ. 50 ലക്ഷം നിനക്ക് കിട്ടിയിട്ടാണോ നീ എനിക്ക് 5 ലക്ഷം തരാമെന്ന് പറഞ്ഞത്, അത് പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അബി 10 ലക്ഷം ആക്കി കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡീല് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ ആ കുട്ടി സമ്മതിക്കുകയാണ് കേട്ടോ. ആ കുട്ടിക്കാണെങ്കിൽ അഭിനെ വിശ്വാസമില്ല കേട്ടോ. ഇനിയിപ്പോൾ കാര്യം നടന്നു കഴിഞ്ഞാൽ പണം കൊടുക്കില്ല എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അതും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കാര്യം നടന്നു കഴിഞ്ഞിട്ട് എന്നെ പറ്റിക്കാമെന്നൊന്നും നീ വിചാരിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാനിത് എല്ലാം തുറന്നു പറയുമെന്ന് പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും, നീ എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് എന്നെ കെട്ടാന്ന് എനിക്ക് വാക്ക് തന്നിട്ട് തേച്ചിട്ട് പോയ ആളല്ലേ എന്നൊക്കെ പറയും. അതിൻ്റെ ദേഷ്യമൊന്നും എനിക്കില്ല എന്ന് ആ കുട്ടി അഭിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ അതൊക്കെ വിട്ടേക്ക്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു പണം കിട്ടുന്ന ആവശ്യം വന്നപ്പോൾ നിനക്കും കൂടെ അത് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നെ തന്നെ വിളിച്ചെന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല, പണം കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് അഭിയാണെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരു കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കടയാണെങ്കിൽ അവർ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഈ കട ഏറ്റെടുത്ത് നടത്തുന്നത് നല്ലതായിരിക്കും, ഇവിടെ നല്ല കച്ചവടം ഉണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു മൂർത്തി സാറിൻ്റെ കൊച്ചുമോന് ഈ കടയൊക്കെ നടത്തുന്നതിൽ ചിലപ്പോൾ നാണക്കേടായിരിക്കും എന്ന് പറയുമ്പോൾ അഭി പറയാണ് എനിക്കൊരു നാണക്കേടുമില്ല, എനിക്കിപ്പോൾ കുറച്ച് പണം വേണം, പിന്നെ ഞാനാണ് നടത്തുന്നതെന്ന് പറയേണ്ട, നിങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സായിട്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ഏറ്റെടുത്ത് നടത്താമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അബി അന്ന് മലയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ ഒരു മോഷണ കേസിൽ അബീനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരു എസ്ഐ ഇങ്ങനെ നന്നായിട്ട് തല്ലി ചതച്ചിരുന്നല്ലോ. അപ്പോൾ അയാൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു അന്ന് മലയ്ക്ക് പോയിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അന്ന് ഇയാളാണ് എന്നെ പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെ തല്ലി ചതച്ചതെന്ന് പറയട്ടെ. അപ്പോൾ എന്താ തിരിച്ചു കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു കൊടുക്കണം എന്ന് അബി പറയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ അവിടുന്ന് എണീറ്റിട്ട് ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ട് അയാളെ അങ്ങനെ നന്നായിട്ട് പോയിട്ട് തല്ലി ചതയ്ക്കുന്നുണ്ടായിരുന്നേ. നന്നായിട്ട് 3 പേരും കൂടെ ഇട്ട് നല്ലോണം പെരുമാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അബി ഹെൽമെറ്റ് ഊരിയിട്ട് സാറ് പോയി കേസ് കൊടുക്ക്, ഞാൻ എന്തായാലും ഊരി പോന്നോളാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. എന്തായാലും എസ് ഐക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പണി എന്തായാലും പിറകെ വരും. അപ്പോൾ കൂട്ടത്തിലൊരുത്തൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കേസാവുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയും കേസാവുന്നെങ്കിൽ അങ്ങ് ആവട്ടെ എന്ന് പറയുകയും ചെയ്യുകയാണ്. പിന്നീട് ജലജയാണെങ്കിലും അബീനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അബീനോട് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അബി വരുന്ന നോക്കിയിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായി കാര്യങ്ങളെന്ന് അബി വരുമ്പോൾ തന്നെ ചോദിക്കുകയാണ്. അബി എപ്പോഴേക്കും അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, അവളിങ്ങനെ 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഐഡിയ പറഞ്ഞു തന്നവർക്കാണ് ഫുൾ മാർക്കും കൊടുക്കേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ അബി ഒന്നും മനസ്സിലാവാത്ത പോലെ മാർക്കോ എന്ന് ചോദിക്കും. ഇവിടെ ഇങ്ങനെ പണമാണ് മാർക്ക് എന്ന് ഉദ്ദേശിച്ചതെന്ന് പറയട്ടെ. അപ്പോൾ ഞാനാണല്ലോ നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായാലും ഇങ്ങനെ പൈസ കിട്ടണം, എനിക്കും കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിനക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തന്നതെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ 5 ലക്ഷമാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നീ അമ്മേനെ തന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അഭി പറഞ്ഞത് ജലജയ്ക്ക് വിശ്വാസമാവുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ഞാൻ അവളെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം എന്നൊക്കെ പറയാണ് കേട്ടോ. അവൾ 5 ലക്ഷമാണ് ചോദിച്ചത്, പിന്നെ അത് എനിക്ക് 10 ലക്ഷമാക്കി കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല, നിനക്ക് ആദ്യം തന്നെ 1 ലക്ഷം പറഞ്ഞാൽ പോരായിരുന്നോ, എന്നാൽ പിന്നെ അവൾ 2 ലക്ഷമല്ലേ ചോദിക്കുള്ളായിരുന്നു, നീ എന്തിനാ ആദ്യം തന്നെ കയറി 5 ലക്ഷം എന്ന് പറയാൻ പോയത്, അതുകൊണ്ടല്ലേ അവൾ 10 ചോദിച്ചതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ആൾമാറാട്ടാണ് നടത്താൻ പോകുന്നത്, എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയാണ് അവൾ പിടിക്കപ്പെട്ട അതിൻ്റെ കൂട്ടത്തിൽ നീയും പിടിക്കപ്പെടുമല്ലോ എന്ന് പറയും. അപ്പോൾ അഭി നേരെ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്നാൽ പിന്നെ അമ്മ അതിൻ്റെ കൂട്ടത്തിൽ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നീ എന്നെ ഒറ്റ കൊടുക്കരുത് എന്ന് ജലജ പറയും കേട്ടോ. പിന്നെ ഞാൻ പോയി ജയിലിൽ കിടന്നോട്ടെ എന്നാണ് അമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കും കൂടെ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, എന്തായാലും എനിക്കും 10 ലക്ഷം വേണമെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ ഒന്ന് വെറുതെ ഇരുന്നേ, എനിക്ക് ഇങ്ങനെ 10 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല, ഞാനൊരു ബിസിനസ് കണ്ടുവച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. ഒരു കട കണ്ടുവച്ചിട്ടുണ്ട്, അത് നടത്തണം എന്നൊക്കെ പറയാണ്.
അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ കുഴപ്പമില്ല, അതൊരു വരുമാനമാവുമല്ലോ, ഇടയ്ക്ക് എനിക്ക് കടയിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ എന്നൊക്കെ പറയൂട്ടെ, എന്നാൽ പിന്നെ ഞാൻ അമ്മായിനോട് പോയിട്ട് ഈ കാര്യമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് പോവാണ്. ഈ സമയം ദേവയാനിയാണെങ്കിലും ദേവയാനിയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഈ സ്വർണ്ണമെല്ലാം മാറ്റിയിട്ട് എനിക്ക് എൻ്റെ മരുമകൾ ഡിസൈൻ ചെയ്ത സ്വർണ്ണങ്ങൾ മാറ്റി വാങ്ങിക്കണം, എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ അവൾക്ക് തന്നെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അബി അവിടേക്ക് വന്നിട്ട്, എനിക്ക് അമ്മായിനോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയുന്ന കാര്യം അമ്മായി മനസ്സിൽ തന്നെ വെക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് മനസ്സിൽ വെക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ വെക്കുക, പക്ഷേ നീ പറയുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ അതങ്ങനെ മനസ്സിൽ വെക്കാൻ പറ്റിയെന്നൊന്നും വരില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ നീ പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിയാണെങ്കിലും പറയുകയാണ്, ഞാനിങ്ങനെ പറയാൻ വന്നത് അമ്മായിക്ക് കരൾ തന്ന ആ പെൺകുട്ടീനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ ദേവയാനി ഒരു ഞെട്ടലോടുകൂടി അവിടെ നിന്ന് അങ്ങ് എണീക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അബി മനസ്സിലാക്കിയോ, എനിക്ക് കരൾ തന്നത് നൈനമോളാണെന്നുള്ളത് മനസ്സിലാക്കിയോ എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നെ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മാവനും അതുപോലെ തന്നെ ആദർശേട്ടനൊന്നും അമ്മായിക്ക് ആ പെൺകുട്ടീനെ കാണിച്ച് തരാതിരുന്നപ്പോൾ എനിക്ക് വിഷമായി. ഇതൊരു ചെറിയ കാര്യമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് ഞാനിങ്ങനെ അതിൻ്റെ പിറകെ അന്വേഷണത്തിലായിരുന്നു. ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഇങ്ങനെ അന്വേഷിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്കൊരു ചെറിയ ക്ലൂ കിട്ടിയത്. പിന്നെ ഞാൻ ആ കുട്ടിയുടെ വീട് അന്വേഷിച്ചു പോയി എന്നൊക്കെ പറയാം. അത് പറയുമ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയും, ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഏകദേശം നൈനയുടെ വീട്ടിലേക്കും അത്രയും തന്നെ ദൂരം ഉണ്ടല്ലോ എന്നിങ്ങനെ ഓർക്കും. അപ്പോൾ നൈനയെ കുറിച്ച് തന്നെയാണോ ഇവൻ പറയാൻ വരുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ആ കുട്ടിയുടെ വീടൊക്കെ കണ്ടുപിടിച്ചത്. ആ കുട്ടിയാണെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഇങ്ങനെ ഏതോ ഒരു സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടിയാണ്, അതുപോലെ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇവൻ എന്തായാലും പറഞ്ഞു വരുന്നത് നൈനയെ കുറിച്ചല്ല, ഇത് ഏതുവരെ പോകുന്നു നോക്കാമെന്നിങ്ങനെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ്, എനിക്ക് ആ കുട്ടീനെ എന്നാൽ കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ തന്നെ നമുക്ക് കാണാം എന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആദർശേട്ടനോടും ഒന്നും പറയരുത് എന്ന് അബി പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഞാനിത് ആരോടും പറയുന്നില്ല എന്നൊക്കെ പറയാണ്. അതുപോലെ നമ്മൾ രണ്ടുപേരല്ലാതെ ഇത് മൂന്നാമതൊരാൾ അറിയില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട്. പിന്നീട് ദേവയാനി ജയൻ്റെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ജയൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എനിക്ക് കല്ല് തന്ന കുട്ടീനെ നിങ്ങൾ ആരും കാണിച്ചു തരണ്ട. അപ്പോൾ ജയനാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് ഇതുവരെ മറന്നിട്ടില്ല എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിന് ഞാനത് വിട്ടെങ്കിലല്ലേ അത് മറന്നു പോകാമെന്ന് ദേവയാനി പറയുന്നുണ്ടായിരുന്നു. നിങ്ങളാരും എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിലും ആ കുട്ടി ആരാന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയനാണെങ്കിലും ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അമ്മായിയമ്മ മരുമകളെ തിരിച്ചറിഞ്ഞോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും പറയാണ്, നിങ്ങളാരും എനിക്ക് ആ കുട്ടീനെ കാണിച്ചു തന്നില്ലല്ലോ എന്ന് പറയാണ്, അതുകൊണ്ട് ആ കുട്ടി ആരാന്ന് ഞാനും പറയില്ല എന്ന് പറയാണ്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ജയേട്ടൻ ആദ്യം ആ കുട്ടീനെ എനിക്ക് കാണിച്ചു തരണം, ജയേട്ടൻ അത് ആരാന്ന് പറയണമെന്ന് പറയട്ടെ. അപ്പോൾ ജയൻ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള വേലയാണെന്ന് ഇങ്ങനെ മനസ്സിലോർക്കും കേട്ടോ. അപ്പോൾ പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാനായിട്ട് എന്തായാലും ഇപ്പോൾ ആ കുട്ടി ആരാന്ന് പറയില്ല, ജയേട്ടൻ പറയാതെ എന്നൊക്കെ പറയുകയാണ്. ദേവയാനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാനും ആദർശം പറഞ്ഞ പെൺകുട്ടി ഇപ്പം നാട്ടിലില്ല എന്ന് പറയട്ടോ. അപ്പോൾ ആര് പറഞ്ഞു അവൾ നാട്ടിലില്ല എന്ന്, അവൾ നാട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആ കുട്ടിയുടെ പേര് നൈന എന്ന് ആണല്ലോ ജയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ കുട്ടിയുടെ പേര് നൈന എന്നൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ദേവയാനീനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, തനിക്ക് കരൾ തന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളെ കാണിച്ചു തന്നാൽ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയേട്ടൻ തന്നെ ആ പെൺകുട്ടീനെ കാണിച്ചു താന്നൊക്കെ പറയുമ്പോൾ ജയൻ ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി തപ്പാണ്. അപ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും നാടകം കളിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ഈ വീട്ടിലെ അസുരവിത്തായ അവന് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ, ഇത് ഏതുവരെ പോകും നോക്കാമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിലോർക്കുകയാണ്. പിന്നീട് ജയൻ നേരെ നയനയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ മോളെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയട്ടെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെ അമ്മയ്ക്ക് കരൾ കൊടുത്ത ആ പെൺകുട്ടീനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അമ്മ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് അന്വേഷിച്ചാണല്ലോ, എന്നിട്ട് അവിടുന്ന് ആരും ഒന്നും ഇങ്ങനെ പുറത്ത് വിട്ടിട്ടില്ല, പിന്നെ ഇപ്പം എങ്ങാനും പുറത്ത് വിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ആ കുട്ടീനെ അയാൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. എന്തായാലും മോളിപ്പോൾ വീട്ടിലേക്ക് ചെല്ല്. അപ്പോൾ മോള് വീട്ടിലേക്ക് ചെന്നാൽ ഇങ്ങനെ മോളെയാണ് ഇങ്ങനെ സംശയം എന്നുണ്ടെങ്കിൽ മോളോട് എന്തായാലും ഇത് തുറന്നു പറയാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സംശയിക്കുന്ന പോലെ വേറെ ആരെങ്കിലും അയാളെ ഇങ്ങനെ പറ്റിക്കുന്നതാവാം. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കാലം ഈ കാര്യം മൂടി വെച്ച് നടക്കാനൊന്നും പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. ആവശ്യം വന്നാൽ നമുക്കത് തുറന്നു പറയേണ്ടി വരും എന്ന് പറയാണ്. അയാളെ ആരും ഇങ്ങനെ കബളിപ്പിക്കാൻ നോക്കണ്ട എന്നുള്ളതിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അച്ഛനും ആദർശേട്ടനും പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം, ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നൈന പോകാനായിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നീട് അഭിയാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നീ ആ പെൺകുട്ടീനെ കണ്ടുപിടിച്ചു എന്നല്ല പറഞ്ഞത്, എനിക്ക് ആ കുട്ടീനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ, നീ അവളുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ ഞാനൊന്ന് വിളിച്ചു നോക്കാം, നമ്പറൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് വിളിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ ഉള്ളിൽ ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിൽ കള്ളാണ് പറയുന്നതെന്ന് ദേവയാനിക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ. പിന്നീട് അബിയാണെങ്കിലും ഷർണിയനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ അഭിനയിക്കാൻ വിളിച്ച കുട്ടിയുടെ പേര് ഷർണിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഷർണിയനെ വിളിച്ചിട്ട് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അമ്മായിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദേവേനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളെന്താ പുറത്ത് വരാത്തത്, മോളെന്താ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പുറത്ത് വരാനൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ്, ഇതിനു മുൻപും പല സഹായങ്ങളും പലർക്കും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മോൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയാണ്. അപ്പോൾ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ശരണ്യ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ശരണ്യ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതെൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, നയന എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയും കേട്ടോ. അതാണ് നയന എന്നാണ് പെൺകുട്ടിയുടെ പേരെന്ന് എനിക്കറിയായിരുന്നു, അതാ പിന്നെ ശരണ്യ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് ഇതായത് എന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. പിന്നീട് ദേവയാനി ആണെങ്കിലും കോള് ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് അഭി ചോദിക്കുന്നുണ്ടായിരുന്നു, ആദ്യം അവൾ ശരണ്യ എന്നാണല്ലേ പറഞ്ഞത്, അപ്പോൾ അവളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, ഞാൻ വീടിൻ്റെ അടുത്ത് അന്വേഷിച്ച് ചെന്നപ്പോഴും ശരണ്യയുടെ വീട് എന്നാണ് എല്ലാവരും പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ട, നാളെ തന്നെ എനിക്ക് ആ കുട്ടീനെ കാണണം. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 50 ലക്ഷത്തിൻ്റെ ചെക്കും ഉണ്ടാവും, അത് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുമോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ അവളോട് അത് വാങ്ങിക്കാനായിട്ട് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ അവളത് വാങ്ങിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അവളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയും സംഘടിപ്പിച്ച് അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, നാളെ അമ്മായി ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞിട്ട് അഭി ഭയങ്കര സന്തോഷത്തിൽ അവിടുന്ന് പോകുമ്പോൾ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എല്ലാവരെയും ഇങ്ങനെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിയുടെ കള്ളത്തരം എന്തായാലും ദേവയാനി പൊളിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ചെറിയ ചിരിയിൽ നിൽക്കുന്ന ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.